നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്നിപ്പോ പ്രമോ വന്നിരിക്കുന്നത്. അതായത് അവിടെ ഞാൻ ദേവതയാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന, ഞാൻ ശപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പണ്ടാരമടങ്ങി പോകുമെന്നും പുറത്ത് നിങ്ങളുടെ ജീവിതത്തെ ഞാൻ കുട്ടിച്ചോറാക്കി കാണുമെന്നും എന്റെ പേര് ജാൻമണി ദാസ് ആണ്, എനിക്ക് ആ സ്റ്റാറ്റസ് ഉണ്ടെന്നും ഞാൻ മറ്റേ ബിസിനസ് ക്ലാസ്സിൽ മാത്രം സഞ്ചരിക്കുന്നതാണെന്നും ആളാണെന്നും ഞാൻ അമ്മാതിരി സൊസൈറ്റിയിൽ വന്ന ആളാണെന്നും ഞാൻ നിങ്ങളെപ്പോലെ റോട്ടിൽ ഇരുന്ന് തട്ടിയും മുട്ടിയും കളിക്കുന്ന ആളല്ല. ഞാൻ ജാൻമണി ദാസ്. എന്റെ അടുത്ത് കളിച്ചാൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. നിങ്ങളുടെ ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങളെ കൈനെ തളർത്തിക്കളയും. അമ്മാതിരി ശാപവാക്കുകൾ കൊണ്ട് അവിടെ എല്ലാവരെയും ഞെട്ടിച്ച, അല്ലെങ്കിൽ എല്ലാവരെയും പ്രയാഗിക്കൊല്ലുന്ന ഒരു സാധനമുണ്ട്, ജാൻമണി എന്ന് പറയുന്ന ഒരു സാധനം. ആ സാധനത്തിനിട്ട് 2 എണ്ണം കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് ഇന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ജാൻമണി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നീ അങ്ങനെ ഒന്നുമേ ചെയ്തിട്ടില്ല. അതിനെ സത്യം പറഞ്ഞാൽ വീഡിയോ വരെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ജാസ്മിൻ ആയിക്കോട്ടെ, ജാസ്മിൻ, ശ്രീലേഖ, എനിക്ക് തോന്നുന്നു അർജുൻ, ഈ 3 പേരാണ് പറഞ്ഞു എന്ന് പറയുന്നത്. ബാക്കി ഈ പറയുന്ന അൻസിബ ആയിക്കോട്ടെ, ഇപ്പൊ പോയ യമുന റാണിക്കട്ടെ, അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ ദേഷ്യം വരുമ്പോൾ എന്തോ ബാധ കയറി ഉറഞ്ഞു തുള്ളും പോലെ തുള്ളും. ആര്? ജാൻമണി. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ദേഷ്യം കയറുമ്പോൾ ഇവിടെ ദൈവത്തിന് എന്തോ ബാധ കയറിയ പോലെയാണ്. ഈ അനുഗ്രഹം വരത്തില്ല, ഏതെങ്കിലും ഒരു ബാധ അകത്ത് കയറുമ്പോൾ അനുഗ്രഹം വരും പോലെ അവൾ തുള്ളും. കുറച്ച് കഴിയുമ്പോൾ ബോധം കെടും. ഈ ബാധ ഇറങ്ങിപ്പോകുമ്പോൾ ബോധം കെടുമല്ലോ, അതുപോലെ ബോധം കെടും. നേരെ എന്ത് ചെയ്യും? നേരെ കൊണ്ടുവന്ന് മെഡിക്കൽ റൂമിലേക്ക് കയറ്റും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ബാധ തുള്ളുമ്പോൾ അവിടെ അൻസിബ ആയിക്കോട്ടെ, ഈ പറയുന്ന ബാക്കി കുറെ എണ്ണം, ഈവൻ അപ്സര, അവരൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ വിറച്ചിരിക്കുമ്പോൾ അയ്യോ എന്റെ ദേവി തുള്ളുന്നു, ദേവി ഇത് അനുഗ്രഹിക്കുകയാണ്, ദേവിയുടെ നിന്ന് നമുക്ക് ശാപവാക്കുകൾ കേട്ടാൽ നമുക്ക് ജീവിതത്തിൽ അതങ്ങ് പോകും. അമ്മാതിരി ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആരുടെ നിൽക്കുന്നത്? ഈ പറയുന്ന ജാൻമണി എന്ന് പറയുന്ന അഹങ്കാരിയുടെ അടുത്ത്, ഈ പറയുന്ന ജാൻമണി എന്ന അഹങ്കാരി എടുത്ത് തൊഴുത്, ദൈവത്തിന് നമ്മൾ തൊഴുവല്ലോ, അമ്മാതിരി നിൽക്കുന്ന കുറെ ആളുകളെ ത്തിനകത്തുണ്ട്. അവർക്കിട്ടും കൂടി കൊടുക്കണം. ഒറ്റ എണ്ണത്തിന് ഈ പറഞ്ഞതുപോലെ അവരുടെ തിരിച്ചു സംസാരിക്കാനോ തിരിച്ചു പറയാനോ ഉള്ള ചങ്കൂരില്ല. അവിടെ എനിക്ക് തോന്നുന്നു ഒരു വിധമെങ്കിലും തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ആ പറയുന്ന ശ്രീരേഖ എന്ന് പറയല്ലേ, ശ്രീരേഖ, ഇപ്പൊ നോറ, ഇവരെയൊക്കെ കുറച്ച്, നോറയൊക്കെ പോട്ടെ, ഈ ശ്രീരേഖയാണ് ഒരുവിധമെങ്കിലും എടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഇവിടെയും ഇവിടെ ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒന്നുമില്ല. എന്തായാലും അതിനെ കൃത്യതയോട് കൂടി ലാലേട്ടൻ, ഞാൻ വിചാരിച്ചു ലാലേട്ടൻ ഇവിടെ ബാധയൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ കൂടി പേടിച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതി. കാരണം ഇവിടെ ഉറഞ്ഞു തുള്ളുകയാണല്ലോ. തുള്ളിയെന്ന് വെച്ചാൽ ദേവി ഏറെയാണ്. ദേവി ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഈ വെളിച്ചപ്പാടൊക്കെ തുള്ളത്തില്ലേ, ദേവി ശരീരത്തിൽ കയറുമ്പോൾ തുള്ളും. അപ്പൊ ശപിക്കും, ഞാൻ നിന്നെ ശപിച്ചിരിക്കും, നിന്റെ ജീവിതം ഞാൻ കോഞ്ഞാട്ടിയായിരിക്കും, നിന്റെ മറ്റത് നിന്റെ കൈ ഒടിഞ്ഞു പോകും, മറ്റത് ഒടിഞ്ഞു പോകും, എന്റെ മറ്റേ ഫാമിലി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ് തേങ്ങ, നീ ആവളാണ്, നിനക്ക് അങ്ങനെ തേങ്ങ എന്തിന് തേങ്ങയാണ് ഇവിടെ വന്നത്? ഇതുപോലുള്ള അവിടെ ഇരിക്കുന്ന ഇപ്പൊ 14, 18, 19 അതുപോലുള്ള മത്സരാർത്ഥി ഒരേ ഒരു മത്സരാർത്ഥി മാത്രമാണ്. നിനക്ക് അത്രയ്ക്ക് പണവും തേങ്ങയും ഉണ്ടെന്നിട്ട് എനിക്ക് ഒരുപാട് ഗോൾഡ് ഉണ്ട്, എനിക്ക് ഇവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല, എന്നെ ആര് പൊക്കിക്കൊണ്ടെന്ന് ഇവിടെ ഇങ്ങനെ എടുത്തായി? ഇതുപോലുള്ള അഹങ്കാരി ഒരു സാധനം. LGBT കമ്മ്യൂണിറ്റി നിന്നായതുകൊണ്ട് തന്നെ നമ്മൾ കുറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ LGBT കമ്മ്യൂണിറ്റിയെ തന്നെ മോശപ്പെടുന്ന രീതി ഇതുപോലുള്ള സാധനങ്ങൾ വരുമ്പോഴാണ്. ഇതുപോലുള്ള അഹങ്കാരികളെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് അത്രയ്ക്ക് നീ വലിയ കോപ്പാണെങ്കിൽ നീ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്, ഇവിടെ വന്ന് എന്റെ അഹങ്കാരം കാണിക്കുക. എന്തായാലും ലാലേട്ടൻ ഇന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. സമാധാനമായി നമുക്ക് വീണ്ടും കാണാം. ജയ്.